കിടന്ന് കുട്ടികളെ ഡാൻസും പഠിപ്പിച്ച് പുക വിഴുങ്ങിയും തീർക്കാനുള്ളതല്ല മോളെ നിന്റെ ജീവിതം. അതല്ല ചേച്ചി. പിന്നെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടാ മതി. ശരി, ഇതൊക്കെ ഒരു ഭാഗ്യമാടി. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം ഞാൻ പോണോന്ന് തന്നെയാ? ചേച്ചിയുടെ എല്ലാ സഹായവും ഉണ്ടാവും നിനക്ക്. എടി ഒരു മിനിറ്റ്. നന്ദേട്ടാ, നന്ദേട്ടാ, ഞാൻ റെഡിയാണേ. അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നീ തല പുണ്ണാക്കണ്ട. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും. ശരി, ഞാൻ വിളിക്കാം. ഭാവി തിരക്കിന്ന് പറയണേ. ശരി മോളെ. ഓക്കെ. മീരയാ വിളിച്ചത്. അവൾക്ക് ഡൽഹിയിൽ ഭരതനാട്യത്തിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ അവസരം. സ്കോളർഷിപ്പോടെ നല്ല എക്സ്പോഷർ കിട്ടണ കാര്യ. അവള് ഹാപ്പിയാണോ? പിന്നല്ലാതെ. അവളുടെ സന്തോഷം അതല്ലേ വലുത്. ആ കാട്ടുമൂലയിൽ കിടന്ന് നശിച്ചു പോകാതെ രക്ഷപ്പെടട്ടെ അവള്. വലിയ നർത്തകിയായി കഴിയുമ്പോൾ എനിക്കും ഫ്രണ്ട്സിനോടൊക്കെ പറയാലോ എന്റെ അനിയത്തിയാണെന്ന്. പാവം, വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാ. അമ്മയുടെ കാര്യം അതൊക്കെ പരിഹാരമുള്ള കാര്യങ്ങളല്ലേ, നീ ടെൻഷൻ ആവാതെ. ആ ദേവു, മോനെ എടുത്തോ, നേരം കളയണ്ട. ചേച്ചിട്ടൊരു